ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല വലിയ വായിൽ കോട്ടുവായ ഇടുന്നവര്, വലിയ ബർഗറുകൾ കഴിക്കുന്ന ആൾക്കാര് ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ബേസിക്കലി ഇതിനെ നമ്മളൊരു ഓപ്പൺ ജോ ലോക്ക് എന്നാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാക്കാം. നമ്മുടെ TM ജോയിന്റിന്റെ ഉള്ളില് ഇതിന്റെ ഹൈപ്പർ മൊബിലിറ്റി, അതായത് ഈ ജോയിന്റിന്റെ മൂവ്മെന്റ് വളരെ ലൂസ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉള്ള സിറ്റുവേഷനിലാണെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സ്റ്റക്ക് വരും. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ഇടയിലുള്ള ഒരു ഡിസ്കും ഈ ജോയിന്റ്സിന്റെ ഇടയിൽ ഈ ഡിസ്കും സ്റ്റക്ക് ആവുമ്പോഴാണ് വാ അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇത് യൂഷ്വലി നമ്മൾ കാണുന്നത് ഭയങ്കര വായിൽ കോട്ടുവായിടുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതൽ സംഭവിക്കുക. എപ്പോഴെങ്കിലും ഒരു ട്രോമയോ അല്ലെങ്കിൽ ഒരു ഇടിയോ തേമ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഈ ജോയിന്റിന് ഈ പ്രോബ്ലം നേരത്തെ ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും വാ തുറക്കുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഈ ഡിസ്ക് വന്ന് അവിടെ സ്റ്റക്ക് ആവുന്നത്. ഇതിന് ഒരു മാനുവർ ഉണ്ട്. അതായത് ഇപ്പൊ ആ ഡോക്ടർ കാണിച്ചതുപോലെ തന്നെ രണ്ട് പഞ്ഞി ഏറ്റവും ലാസ്റ്റ് ഉള്ള പല്ലിന്റെ അവിടെ മുകളിൽ വെച്ചിട്ട് താഴേക്ക് അമർത്തിയിട്ട് ഇതിനെ ഡിസെൻഗേജ് ചെയ്ത് റിലീസ് ചെയ്ത് ഇതിന്റെ പൊസിഷനിലേക്ക് വിടുക എന്നുള്ളത്. ഇത് നമ്മുടെ മാക്സിലോഫേഷ്യൽ സർജറിയിൽ പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ്. യൂഷ്വലി ഡെന്റിസ്റ്റുമാർക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഈ ഒരു സംഭവം. എനിക്ക് തോന്നുന്നത് ഒരു MBBS ഡോക്ടറാണെന്ന് തോന്നുന്നു. ഹു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. കാരണം ഈ ഒരു അവസ്ഥയിൽ മണിക്കൂറുകളോളം ഒക്കെ സ്റ്റക്കായി പോകുന്ന ആളുകളുണ്ട്. സാധാരണ രീതിയിൽ പറഞ്ഞ ഓപ്പൺ ജോ ലോക്കാണ് ഇതിനെ ഇപ്പൊ ട്രീറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ ഹൈപ്പർ മൊബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ലോക്കൊക്കെ വന്ന ആൾക്കാരാണെങ്കിൽ ഭയങ്കര വലിയ വായിൽ കോട്ടുവായ ഇടാതിരിക്കുക, വലിയ വായിൽ വലിയ സാധനങ്ങൾ കടിക്കാതിരിക്കുക. അങ്ങനെയുള്ള ആളുകൾ വായുടെ മൂവ്മെന്റ്സ് കുറച്ച് ലിമിറ്റ് ചെയ്താൽ തന്നെ ഈ കണ്ടീഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും.